പുസ്തകമൊക്കെ വാങ്ങിയത്? ഭയങ്കര പാടൂ. ബാഗൊക്കെ ബാഗ് വാങ്ങി. ചായ. താങ്ക് യു. എടി ഡാഡിക്കുള്ളതാ. കുഴപ്പമില്ല. കണ്ടോ? അയ്യേ തൂ, എനിക്ക് വേണ്ട. മധുരം ഇല്ലമ്മ, കുറച്ച് മധുരം ഇട്ടെ. ഡാഡിക്ക് മധുരം ഇടല്ല. ഡാഡി ചായ. പ്ലീറ്റ് അതെ ചായ വെച്ചിരിക്കണു. നീ ഇതെങ്ങടെ പോണ്? ഞാനേ പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോണു. ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട് അമ്മാവ. ഓ ഞാനേ ഇന്നലെ ഒരു സ്വപ്നം കണ്ടോടാ. അപ്പൂപ്പന്റെ കല്യാണം ഇരിക്കും അല്ലേ? ഈ പെണ്ണ് വലുതായിട്ടോ? ഇത് വലിയ വലിയ വർത്താനങ്ങളാണല്ലോ പറയണത്. അല്ല, അപ്പൂപ്പന്റെ കല്യാണം ഇപ്പഴേ ഇച്ചിരി നാക്കിന് നീളം കൂടുതൽ, അത് ഞാനിങ്ങ് അരിഞ്ഞെടുക്കും. അപ്പൊ തീർന്നോളൂ. അല്ല, അപ്പൂപ്പ ഒന്നും പറഞ്ഞില്ല കല്യാണം. അതൊക്കെ പണ്ടല്ലേ. അവക്ക് ബുദ്ധി ഈടായിട്ട് ഇച്ചിരി കുറഞ്ഞാലും നാക്കിന്റെ നീളം കൂടണം. ബുദ്ധിക്ക് കുറവൊന്നുമില്ല. അമ്മാവൻ എന്ത് സ്വപ്നം കണ്ടത്? ഇവിടെ കനകനെ തിരുവനന്തപുരത്തേക്ക് മാറ്റം കിട്ടി. അതിന്റെ പാർട്ടിയും ചെലവും പാട്ടും കളിയും ആ പഴയ കാലം. സത്യം പറഞ്ഞ ആ ഒരു പഴയ കാലം തന്നെയല്ലേ? ഓ അത് പറഞ്ഞല്ലോ. നീ അതൊക്കെ ഓർക്കണ്ട. ഓർക്കാറുണ്ടാന്ന അമ്മ. സത്യം കനകൻ അങ്ങ് പോയി എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും എനിക്ക് പലപ്പോഴും ഇവിടെ ഒറ്റപ്പെടൽ തോന്നാറുണ്ട്. അമ്മ വന്നപ്പോൾ തന്നെ ഒരു പകുതി ആശ്വാസം എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ എൻ്റെ അളിയൻ പോയി എനിക്കൊരു നല്ല ഭാരം തന്നിട്ടല്ലേ പോയത്. എൻ്റെ മനസമാധാനവും എൻ്റെ സ്വസ്ഥതയും എൻ്റെ സന്തോഷം എല്ലാം കിടത്തിനല്ലേ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കണേ. ഓ സംഭവം നീ അങ്ങനെ അവനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ കനകനോട് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ഇത്ര നേരമായിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. ഒരു കുഴപ്പക്കാരില്ലേ? ക്ലീറ്റ് വെറുതെ ഓരോന്ന് പറയണതാ. തങ്ക നീ മിണ്ടരുത്. എന്നെ കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയിപ്പിക്കരുത് കേട്ടാ. അമ്മവനറിയാമോ, എന്റെ പാർട്ടി നേതൃത്വത്തിന് സത്യത്തിൽ ഇവനോട് താമസിപ്പിക്കുന്നതിനോട് നല്ല എതിർപ്പുണ്ട്. അത് പിന്നെ അവൻ എന്റെ എതിർ പാർട്ടിയുടെ കൗൺസിലർ ആവുമ്പോ എന്റെ പാർട്ടിക്കാർക്ക് ഇഷ്ടാവോ? അതൊക്കെ പോട്ടമ്മാവ. എന്റെ പാർട്ടിയിൽ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോ ഇവൻ അവിടെ നിന്ന് ചീത്ത വിളിക്കുക, പിന്നെ അവരെ നോക്കി കൊക്കളി കാണിക്കുക, ഇതൊക്കെ മര്യാദയാണ് അമ്മാവ. അതിന് ഏത് പാർട്ടിയാണ്? തങ്കം മിണ്ടരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ ഇടപെടരുത് കേട്ടോ. എത്ര പേര് വന്നപ്പോൾ ഇവിടെ എന്തെല്ലാം കാണിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അമ്മാവ? പക്ഷെ ഞാനായിട്ട് ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഇവിടെ നിൽക്കണം. അല്ല, നിങ്ങൾക്ക് അവൻ അവിടെ താമസിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞുകൂടാ. ബുദ്ധിമുട്ടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അമ്മ താമസിക്കണതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇവന്റെ ഈ പെരുമാറ്റം ഉണ്ടല്ലോ, ആരെയും ബഹുമാനിക്കൂല, അനുസരിക്കൂല. അമ്മാവൻ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കണ്ടില്ലേ? അമ്മാവൻ എന്താ വിളിച്ച? മിണ്ടരുത്. അല്ല, അത് ആളറിയാതെ എന്ന് മാത്രം നീ പറയല്ലേ. ഏതറിയാത്ത ആളാണെങ്കിലും പ്രായം ചെന്ന ആളെന്നെ താൻഡോ എന്നൊക്കെ വിളിക്കുക. ഈ മനുഷ്യന്റെ പ്രായം നോക്കണ്ടേ? അതിനൊന്ന് ബഹുമാനിച്ചൂടെ? അതാണ് അമ്മാവ. ഞാനതല്ല ഓർക്കണം. ഇപ്പൊ ഈ ആളറിയാണ്ട ചിലർ അങ്ങനെ പറയും. പക്ഷെ ഞാൻ ഒരു കാരണമില്ലാണ്ട് എങ്ങനെ അവരോട് ഇറങ്ങി പോകാൻ പറയാന്നാ? അതിലിപ്പോ ഒന്നുമില്ല. അമ്മ ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. അപ്പൊ അവൻ ചോദിക്കും, എന്താ നോക്കണോ, എന്താ? ഈ രീതിയിലാണ് അവന്റെ പെരുമാറ്റം. അങ്ങനെ അവനോട് ചോദിച്ചാ ആ നിമിഷം ഞാൻ അവനെ അവിടെ ഇറക്കി വിടും.